അപ്പോൾ അത് നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണട്ടെ. രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും അതിരാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ആ ഒരു ഉറക്കക്ഷീണം എൻ്റെ മുഖത്ത് കാണാനും മാത്രമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ കടന്നൽ കുത്തിയതുപോലെ മോന്തിരിക്കണത്. നേരെ അടുക്കളയിൽ വന്ന് ആ ജനലും കൊണ്ട് തുറന്നിട്ട്, പക്ഷേ എനിക്ക് പുറത്തേക്ക് നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവേ. അങ്ങനെ ആദ്യം തന്നെ ഇതേ പാലടപ്പത്ത് വെച്ച് ചായക്ക് വേണ്ട, പിന്നെ ഒപ്പം അപ്പുറത്ത് ഞാൻ കഞ്ഞിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അതേ അരി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാനത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ബക്കറ്റിലേക്ക് ആക്കി വെക്കണം. അപ്പോൾ അത് ആ ഒരു ഗ്ലാസ്സിൽ ഞാൻ അരി എടുത്ത അതാണ് കേട്ടോ എൻ്റെ അളവ് പാത്രം, അതായത് നാഴി എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ അത് അരി കഴുകിയിട്ടിട്ടുണ്ട് അടുപ്പത്ത്. ഇങ്ങനെ പാല് ഇളച്ചപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചായപ്പൊടി ഇട്ടിട്ട് എൻ്റെ ചായപ്പൊടിയൊക്കെ തീർന്നിരിക്കുന്നിടത്ത് അങ്ങനെ വാങ്ങിയത് ഞാൻ പൊട്ടിച്ച് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഉപ്പ് തുടങ്ങിയ കർപ്പൂരം വരെ തീർന്നിരിക്കുന്നായിരുന്നു. ഇന്നലെ ആണ്ട് എല്ലാം പോയി വാങ്ങിയത്. ആ വാങ്ങാൻ പോയ കൂട്ടത്തിൽ എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടു കേട്ടോ. എവിടെ ചെന്നാലും ഇപ്പോൾ ഒരാളെങ്കിലും കാണാതിരിക്കില്ല കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അതും പിന്നെ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ സന്തോഷം അത് വേറെ. അങ്ങനെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു തന്നതേ, മധുരമില്ലാത്ത ചായ ഒരു ദിവസം കുടിക്കും, പിന്നെ 2 ദിവസം മധുരമുള്ള ചായ കുടിക്കും. ഒരു സ്ഥിരതയില്ല. പിന്നെ ഞാൻ ചായ കൊണ്ടേ കൊടുത്തിട്ട് ഞങ്ങൾക്കുള്ള ചായയിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് രാവിലെ പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല ഞാൻ കഴുകി വാരി കുക്കറിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആലുകുട്ടിക്ക് ചോറും കിട്ടണമല്ലോ, അതുകൊണ്ടിട്ടാണ് ഇത്രയും വെളുപ്പാങ്കാലത്തെ നേരത്തെ തന്നെ കഞ്ഞി കിടന്നത് കേട്ടോ. അപ്പോൾ കറിയായിട്ട് അവിയലൊക്കെ കൊടുത്തുവിടാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പച്ചക്കറി കഴിക്കാൻ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ദോശയും സാമ്പാറും ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ സാമ്പാർ കിട്ടിയെന്ന് കുറച്ചെടുത്ത് സാമ്പാർ ഉണ്ടാക്കി, ബാക്കി കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് അവിയലിൻ്റെ കഷ്ണങ്ങളെ ഞാൻ അരിഞ്ഞ് എല്ലാം അടപ്പത്താക്കിയിട്ടുണ്ട്. അതിലോത്തോട്ട് നമ്മുടെ തേങ്ങയരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഞാനിവിടെ അവിയൽ വയ്ക്കുമ്പോഴത്തേക്കും തേങ്ങ ഒതുക്കുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വെളുത്തുള്ളിയും ചെറിയ ജീരകവും ചേർക്കും കേട്ടോ. ചിലവർ ചേർക്കാറില്ല, പക്ഷേ ഇവിടെ ഞാൻ ചേർക്കാറുണ്ട്. അങ്ങനെ അതിനകത്തോട്ട് തൈരും കൂടെ കുടഞ്ഞിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ ഇളക്കി കൂട്ടിയെടുത്ത് അവസാനം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് എടുക്കാൻ നേരത്തെ ഞാനത് ഇളക്കി കൂട്ടി എടുക്കുകയുള്ളൂ കേട്ടോ. കടല നേരത്തെ തന്നെ വെന്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആവി കളയാൻ വേണ്ടി കുക്കറും കൂടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പിന്നെ കടലയ്ക്കുള്ള പണി നോക്കാമെന്ന് കരുതി അങ്ങനെ അതേ താളിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്വല്പം കടല ഞാൻ എടുത്തിട്ട് അരച്ച് ചേർക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു കൈപ്പിടിയോളം തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും കടലയും കൂടെ നല്ലതുപോലെ അരപ്പ് അതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല കുറുക്ക് പോലത്തെ കടലക്കറി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറിയും അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊന്നും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടക്കാൻ നേരമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിച്ചിട്ട് ഞാൻ ചരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. പൊൻകതിറിന് പുട്ടുപൊടി ഇന്നലെ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്ലപ്പോഴും ഞാൻ ഈ പൊൻകതിർ വാങ്ങാറുള്ളൂ. എപ്പോഴും നമ്മൾ സാധാരണ ഞങ്ങളുടെ പച്ചരി കഴുകി ഉണക്കിയൊക്കെ പൊടിച്ചെടുക്കലാണ് കേട്ടോ പതിവ്. അങ്ങനെ അതിനകത്തോട്ട് ഇച്ചിരി തേങ്ങയും ഉപ്പുവെള്ളമൊക്കെ നനച്ച് അവിടെ ഇത്തിരി നേരം മാറ്റി വെച്ചേക്കാം. ആ ഒരു നേരം കൊണ്ട് ഞാൻ പിന്നെ ആമിക്കുട്ടിനെ റെഡിയാക്കാൻ വേണ്ടി പോയി കേട്ടോ. അത് കഴിഞ്ഞതേ വന്ന് ഞാൻ ഒരു കണ പുട്ടുണ്ടാക്കിയപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഇപ്പോൾ തൽക്കാലം കാലത്ത് ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് കഴിക്കണ നേരത്തെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ആലുവിനുള്ള ചോറൊക്കെ എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. പിള്ളേർ സ്കൂളിലോട്ട് ഇറങ്ങാൻ പറയുമ്പോഴത്തേക്കും ആളെ പറ്റിക്കണ ഒരു മഴ വന്നു കേട്ടോ. ഞാനാണ് പോകാമെന്ന് വെച്ചത് കൊണ്ടാക്കാനുണ്ടപ്പോഴത്തേക്കും അപ്പം വന്നപ്പോൾ പിന്നെ അപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള പത്രമുള്ള